ഓരോ മനുഷ്യർക്ക് ഓരോരോ കാര്യങ്ങളോടാണ് ആഗ്രഹങ്ങൾ. ചില മനുഷ്യർക്ക് മഴയത്ത് ബൈക്കിൽ പോകാൻ ഇഷ്ടമാണ്, ചില മനുഷ്യർക്ക് മഴയത്ത് കട്ടൻ ചായയും പരിപ്പടയും കുടിക്കാൻ ഇഷ്ടമാണ്, ചില മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഓയോ റൂമിനൊക്കെയായി KSRTC സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പുള്ളിക്കാരന്റെ പേര് സവാദ് എന്നാണ്. പുള്ളിക്കാരൻ ലാസ്റ്റ് ടൈം മസ്താനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതേക്കുട്ടി ലാസ്റ്റ് ടൈം ബസ് വെച്ച് ഇങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് പറഞ്ഞൊരു സീനായി. അങ്ങനെ കേസൊക്കെ ആയി ഭയങ്കര സീനായിരുന്നാണ്. അപ്പം പുള്ളിക്കാരന്റെ വീട്ടുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് കുറെ യൂട്യൂബർമാർ വന്ന് പുള്ളിക്കാരനെ ഒന്ന് ചെറുതായിട്ട് അലക്കി വെളുപ്പിച്ച് കൊടുത്തിയാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം ഗൈസ്. ഇപ്പോൾ എത്ര അലക്കി വെളുപ്പിച്ച് തന്നാലും പുള്ളിയുടെ തനി സ്വഭാവം പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതേപോട്ട് പുള്ളി ഇതേപോട്ട് ബസ്സിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സംഭവം പുള്ളിക്കാരന് KSRTC ബസ്സിനോട് ഒരു പ്രണയം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബസ്സിൽ കയറുമ്പം ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറയാൻ കിട്ടിയത്. എന്റെ ഏറ്റവും കൂടുതൽ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ബസ് മേടിച്ച് KSRTCയുടെ പെയിന്റ് അടിച്ചിട്ട് പുള്ളിയുടെ ബെഡ്റൂമിന്റെ സൈഡിൽ ഇട്ട് കൊടുക്കാനാണ് പുള്ളിയുടെ പേരൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ സൗദിന്റെ നാട്ടുകാരെ കൈകാര്യം ചെയ്യും. കാരണം ഇതിപ്പോ ഒന്നല്ല രണ്ടാമത്തെ തവണയാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം പണ്ട് കാശ് മേടിച്ചിട്ട് വീഡിയോ ഇട്ട യൂട്യൂബർമാരൊക്കെ അണ്ണാക്കി പഴം വിഴുങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാതെ. കാരണം എന്താ പറയാനാ, പ്രണയം പലതിനോടുണ്ട്. ഇതോട്ട് ബസ്സിനകത്ത് വെച്ച് ഇങ്ങനെ കാണിക്കുന്ന ഒരു പ്രണയം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എന്റെ ജീവിതത്തിൽ അതിട്ട് കാണും. അതിപ്പോ ഒന്നാമത് ജസ്റ്റ് എസ്കേപ്പാ. ഇപ്പൊ രണ്ടാമതേ പിടിക്കപ്പെട്ടു. രണ്ടില് സീൻ ഡാർക്കായിട്ട്. ഓ സവദേ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ബസ്സൊക്കെ ഇങ്ങനെ വികാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബസ് മേടിച്ച് വീടിന്റെ ബെഡ്റൂമിലോട്ട് ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇങ്ങനെ നാട്ടുകാരുടെ തോളെ കയറാൻ വരാറില്ല. നാട്ടുകാർ ഇതൊക്കെ പ്രതികരിക്കും. അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും നമസ്കാരം.